കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ അവതരിപ്പിക്കാമോ? പൂക്കോഴിക്കും പെടക്കോഴിക്കും ഒരേ ആകൃതിയും ഒരേ വലിപ്പം ഉണ്ടായിരുന്ന കാലം. ഒരു ദിവസം അവർ ആഹാരം അന്വേഷിച്ച പ്രശാന്തവനത്തിൽ പോയി. പ്രശാന്തവനെ എവിടെ കണ്ടാലും നിങ്ങൾ സഹോദരന്മാരാണല്ലേ ഇത് ഒരു ദിവസം അവർ ആഹാരം അന്വേഷിച്ച് പ്രശാന്തവനത്തിൽ പോയി. പ്രശാന്തവനെ അവരെ കണ്ടോന്ന് ചോദിച്ചു. നിങ്ങളെ സഹോദരന്മാരാണല്ലേ? ഇത് കേട്ടുള്ള പെടക്കോഴിക്ക് ചിരി വന്ന പ്രശാന്തവന് കാര്യം മനസ്സിലായോ? അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ 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 അങ്ങോട്ട് ടീച്ചറെ കഥ കഴിഞ്ഞോ? കഥ കഴിഞ്ഞോ? ഇതിനെ പഠിപ്പിച്ചെന്ന് എന്റെ ഭർത്താവിന്റെ കഥ കഴിഞ്ഞതാ. അതല്ല, ആ കുഞ്ഞിന്റെ കഥ കഴിഞ്ഞോ നോക്കാൻ. അതങ്ങനെ കഴിയുന്ന സൈസൊന്നും അല്ല. എന്നാ ശ്വാസം പിടിച്ചെന്നാ കഥ പറഞ്ഞത്? അതിങ്ങനെ വയറ് വറുത്ത പോലെ കിടക്കും അതങ്ങ്. ഈ കഥയും ടീച്ചറാണോ പഠിപ്പിച്ചു കൊടുത്തത്? ഈ കഥയും കമ്പോസ്റ്റ് ചെയ്തത് ഞാൻ ഒറ്റ വ്യക്തിയാ. ഈ കഥയും പാട്ടുമല്ലാതെ വേറെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ? കഥയും പാട്ടും അല്ലാതെ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പഠിപ്പിക്കുന്നത് കൂടിയാട്ടം. കൂടിയാട്ടം. ഈ കൂടിയാട്ടത്തെ കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞു കൊടുക്കും. കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4-5 പേര് കൂടി നിന്ന് ആടുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അടുത്തായിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി വിളിക്കാം. മോളെ ഡേ വാടേ ഡേ. അമ്മ എന്താ പാടിയത്? എന്താ പാടി? തോരണമൊക്കെ ഡാൻസാ? നീ എന്തോ ഷക്കയിലേക്ക് പഠിക്കുവാണോ? എന്താ ഈ കഴുത്തേ കിടക്കുന്നത്?